ആരും ഇത്ര ധൈര്യത്തോടെ സംസാരിക്കുന്നത് കണ്ട് ജോലിക്കാരൻ നിശബ്ദനായി തലകുനിച്ചു പോയിരുന്നു. ആരും അവനെ നോക്കി ഒന്ന് തലകുനിക്ക് മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞു, ഇവിടെ എല്ലാവർക്കും തലയിൽ കയറി ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്. നിങ്ങളുടെ സാറും എന്തായാലും അങ്ങനെയാണ്. കുറച്ചൊക്കെ എനിക്ക് അനുസരിച്ചേ പറ്റൂ. അതുപോലെ ജോലിക്കാരെയും ഞാൻ അനുസരിക്കണോ? ആരുവിന് ആ നിമിഷം അഗ്നിയോടുള്ള ദേഷ്യമാണ് അയാളോട് തീർത്തത്. അതും പറഞ്ഞവൾ മുത്തശ്ശനുള്ള ഫുഡുമായി റൂമിലേക്ക് പോയി. ആരു മുത്തശ്ശൻ്റെ മുറിയിൽ വന്ന് പ്രഭാത ഭക്ഷണം മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു, കിച്ചു, നീ പോയി നിന്റെ സാറിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്ക്. മുത്തച്ഛനുള്ള ഭക്ഷണം ഞാൻ കൊടുത്തോളാം. അവൾ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു. അത് കേട്ട് കിച്ചു മൃദുവായി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അതിന് ചേച്ചി, സാർ ഇന്നലെ രാത്രി മുതൽ വീട്ടിൽ വന്നിട്ടില്ല. എന്തോ കാരണത്താൽ അയാൾക്ക് ദേഷ്യമാണെന്ന് തോന്നുന്നു. അതായിരിക്കും വീട്ടിൽ വരാത്തത്. അങ്ങനെ ദേഷ്യം വന്നാലാണ് സാറ് വീട്ടിലേക്ക് വരാതിരിക്കുന്നത്. എന്നാൽ കിച്ചു പറയുന്നത് കേട്ട് ആരുവിന് അത്ഭുതം തോന്നി. പക്ഷേ അവൾ കൂടുതലൊന്നും പറഞ്ഞില്ല. മുത്തച്ഛന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ ഒരുങ്ങി. കിച്ചു അവിടെ നിന്നും പോയിരുന്നു ആ നിമിഷം. ആരു അപ്പോൾ മുത്തശ്ശനെ പ്രാതൽ കഴിക്കാൻ നിർബന്ധിച്ചു. എന്നിട്ട് അവൾ മുത്തശ്ശൻ്റെ കൈ തൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ മുത്തശ്ശ, എനിക്ക് ഈ ലോകത്ത് ആരുമില്ല എന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് വരെ കരുതിയിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് നിങ്ങളെ കണ്ടതോടെ എനിക്ക് ജീവിക്കാനുള്ള ആഗ്രഹം തോന്നി തുടങ്ങി. മരിക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗമില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു എനിക്ക്. എന്നിട്ടും ഞാൻ മരിക്കാൻ തീരുമാനിച്ചില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട് മുത്തശ്ശ. ഞാൻ നിങ്ങളെ നോക്കും പൊന്നുപോലെ. എൻ്റെ മുത്തച്ഛൻ്റെ അസുഖമെല്ലാം ഭേദമാകും. അതിനുവേണ്ടി എനിക്ക് ആ ചെകുത്താനുമായി യുദ്ധം ചെയ്യേണ്ടി വന്നാലും അല്ലെങ്കിൽ അവൻ്റെ അടി സഹിക്കേണ്ടി വന്നാലും ഞാനത് ചെയ്യും. പക്ഷേ ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തും. നിങ്ങൾ എന്നെ ഓർക്കുന്നില്ലായിരിക്കും, പക്ഷേ നിങ്ങളെ ഞാൻ നന്നായി ഓർക്കുന്നുണ്ട് മുത്തശ്ശ. ആദ്യ തവണ തന്നെ ഞാൻ നിങ്ങളെ തിരിച്ചറിഞ്ഞു. പക്ഷേ ആ കാലൻ എന്നെ ആ നിമിഷം തന്നെ ഈ റൂമിൽ നിന്ന് പുറത്താക്കി. പക്ഷേ ഇപ്പോൾ അങ്ങനെ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പോരാടും. അയാളുടെ മുന്നിൽ പിടിച്ചു നിന്നാലേ ജയിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും തോൽവി തന്നെ ആയിരിക്കും ഉണ്ടാവുക. ആരും ഇതെല്ലാം മുത്തശ്ശനെ നോക്കിയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം അവളെ ഉറ്റുനോക്കുന്നുണ്ട്. ആരും ഒരു ഉത്തരവും പ്രതീക്ഷിക്കാതെ മുത്തശ്ശനോട് സംസാരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവൾ വാതിൽ നിന്നൊരു ശബ്ദം കേട്ടത്. ഡീ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ റൂമിലേക്ക് വരരുതെന്ന്? നിനക്കെന്താടി പുല്ലേ, പറഞ്ഞ മനസ്സിലാവില്ലേ? അഗ്നിയുടെ അലറൽ ആരുവിൽ ചെറിയൊരു ഭയം നിറച്ചുവെങ്കിലും അവളത് പുറത്ത് കാണിച്ചില്ല. അവൻ്റെ ദേഷ്യം കണ്ട് അവൾക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ അവൾ നിശബ്ദയായി അവിടെ തന്നെ ഇരുന്നു. ആരും ഒന്നും പറയാതിരുന്നപ്പോൾ അഗ്നി അടുത്തേക്ക് നടന്നു വന്നു. അവൾ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയില്ല. അവളിൽ ഭയം മാത്രം നിഴലിച്ചു. അതെല്ലാം അഗ്നിയിൽ ദേഷ്യം കൂട്ടി. അവൻ വീണ്ടും അവളെ വഴക്ക് പറഞ്ഞു. എന്നിട്ടും അവളൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും അവൻ ആരുവിൻ്റെ കൈ പിടിച്ച് അവനിലേക്ക് ചേർത്തു നിർത്തി. അവളുടെ ശരീരം അവൻ്റെ ഉറച്ച ദൃഢമായ നെഞ്ചിൽ വന്ന് തട്ടിയതും രണ്ടുപേരിലും ഒരു തരിപ്പുണ്ടായി. അവൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉള്ളതുപോലെ അവന് തോന്നി. അവളുടെ മൃദുവായ ശരീരം അവൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ആസ്വദിച്ചു. അവളുടെ വിറയ്ക്കുന്ന ശരീരം അവനിലേക്ക് ചേർത്തു നിർത്തി. അവൻ എന്തൊക്കെയോ വേണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അതെല്ലാം അവൻ പിടിച്ചു നിർത്തി. എന്നാൽ ആ നിമിഷം തന്നെ അവൻ അവളിൽ നിന്ന് അകന്നു നിന്നു. എന്നിട്ട് അവളുടെ കൈ പിടിച്ച് ഒന്നും പറയാതെ അവളെ മുറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി പുറത്തു നിർത്തി. എന്നിട്ട് മുത്തച്ഛൻ്റെ റൂമിൻ്റെ വാതിലടയ്ക്കുന്നതിനിടയിൽ അവളോടായി പറഞ്ഞു, നിന്റെ സ്ഥലം ഇവിടെയാണ്, അല്ലാതെ അകത്തല്ല. ഈ പരിധി കടക്കാൻ നിനക്കെൻ്റെ അനുവാദമില്ല. അതുകൊണ്ട് നിന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് ജീവിക്കാൻ നോക്ക്. മനസ്സിലായോ നിനക്ക്? ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നിന്നോട് ഇങ്ങോട്ടേക്ക് വരരുതെന്ന്. നിനക്കെന്താ പറഞ്ഞോ മനസ്സിലാവില്ലേ? അതോ എൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് കിട്ടിയാലേ അടങ്ങൂ എന്നുള്ളുണ്ടോ? അഗ്നി അവളുടെ കയ്യിലെ പിടുത്തം മുറുക്കിക്കൊണ്ടാണ് അലറുന്നത്. എന്നാൽ ആരും അവൻ്റെ വാക്കുകളിൽ തളരാതെ പിടിച്ചു നിൽക്കാൻ നോക്കി. പക്ഷേ അഗ്നിയുടെ കുറച്ച് വാക്കുകൾ ആ ശക്തിയെ ഇല്ലാതാക്കി. ആരു വീണ്ടും കരയാൻ തുടങ്ങി. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. എന്നാൽ വീണ്ടും അഗ്നി കൂടുതൽ സംസാരിച്ചു. നിന്നെ ഞാൻ എന്തിനാണ് എൻ്റെ ഭാര്യയാക്കിയത്? നീ ആ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അല്ലാതെ ഇത് നിന്റെ ജോലിയല്ല. എൻ്റെ മുത്തച്ഛനെ പരിപാലിക്കുക എന്നത് നിന്റെ ജോലിയല്ലെന്ന് ഞാൻ നിന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആരും ആ നിമിഷം മനസ്സിൽ പറഞ്ഞു, അദ്ദേഹം നിങ്ങളുടേത് മാത്രമല്ല
അദ്ദേഹം എൻ്റെ കൂടെ മുത്തച്ഛനാണ്. ഒരു തനി ചെകുത്താനാണ് നിങ്ങൾ, കാലൻ. മനസ്സിൽ അവനെ നന്നായിട്ടൊന്ന് പ്രാഗി അവൾ. പക്ഷേ ആരുവിൻ്റെ ശബ്ദം അഗ്നിയുടെ മുന്നിൽ നിന്ന് പുറത്തു വന്നില്ല. അഗ്നി ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ തിരിച്ചൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് അഗ്നി വീണ്ടും അവളെ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ പോലെയുള്ള പെൺകുട്ടികൾക്കൊരു സ്ഥാനവുമില്ല. സ്വന്തം ശരീരം, ഗർഭപാത്രം പോലും പണത്തിന് വേണ്ടി വിൽക്കുന്നവർ. അവരുടെ അവസ്ഥ എന്താണെന്ന് കണക്കാക്കാം. വൃത്തികെട്ട സ്ത്രീകളിൽ പെട്ടവരാണ് നീയും. അഗ്നി വീണ്ടും വീണ്ടും അവളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അഗ്നിയിൽ നിന്ന് അവളെക്കുറിച്ച് കേട്ട ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തിൽ ഒരു കൂരമ്പ് പോലെ തുളഞ്ഞു കയറി. ആരുവിൻ്റെ കണ്ണുനീർ നിറഞ്ഞ കണ്ണുകൾ അഗ്നിയെ നോക്കി. അവൾ സ്തബ്ധയായി നിന്നു. അഗ്നി എന്താണ് തന്നെക്കുറിച്ച് ഇത്രയും മോശമായ രീതിയിൽ പറയുന്നത് എന്ന് അവൾക്ക് മനസ്സിലായില്ല. ആരുവിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ കണ്ടതും അഗ്നി പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും അവളോട് പറഞ്ഞു, നിന്റെ ഈ കള്ളക്കണ്ണീര് കണ്ടിട്ട് ഞാൻ ഒരുങ്ങാനും പോകുന്നില്ല. നിന്റെ ഉള്ളിലെ വിഷം, അതിലെ സത്യമെല്ലാം ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകളാൽ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മുന്നിൽ നിരപരാധിയും നിഷ്കളങ്കവുമായി അഭിനയിക്കുന്നത് നിർത്തി ഇവിടെ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഞാൻ എന്താ നിന്നെ ചെയ്യുക എന്ന് എനിക്ക് തന്നെ അറിയില്ല. അഗ്നി വീണ്ടും അലറി. അഗ്നിയുടെ വാക്കുകൾ കേട്ട് ആരു കണ്ണുകൾ അടച്ചു. അവളുടെ കണ്ണുകളിൽ നിന്ന് വീണ്ടും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അഗ്നി എപ്പോഴും ആരുവിനെ കലപ്പിൽ നോക്കിക്കൊണ്ടിരുന്നു. ആരു എന്തെങ്കിലും പറയുമെന്നും അവളുടെ നിരപരാധിത്വം മുന്നോട്ട് വയ്ക്കുമെന്നും അവൻ കരുതിയിരുന്നു ആ നിമിഷം. പക്ഷേ ആരും ഒന്നും പറഞ്ഞില്ല. അവൾ നിശബ്ദമായി അവിടെ നിന്ന് നടന്നു പോയിരുന്നു. അഗ്നി ആരു പോകുന്നത് നോക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അവന് ഫയലിലെ ആരുവിൻ്റെ ഒപ്പ് ഓർമ്മ വന്നത്. ആ നിമിഷം അവൻ മനസ്സിൽ സ്വയം പറഞ്ഞു, അവൾ ബുദ്ധിമുതിയായ പെണ്ണാണ്. നിഷ്കളങ്കമായ മുഖം കാണിച്ച് ആരെയും നശിപ്പിക്കാൻ അവൾക്ക് കഴിയും, അതുപോലെ പറ്റിക്കാനും. എന്തായാലും അവളെ എത്രയും വേഗം വീട്ടിൽ നിന്ന് പുറത്താക്കണം. അഗ്നി അതോർത്ത് തൻ്റെ മുറിയിലേക്ക് പോയി. ആരു തൻ്റെ മുറിയിലേക്ക് വന്ന് കട്ടിലിൻ്റെ മൂലയിലിരുന്നു. അവളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു ആ നിമിഷം. അഗ്നിയുടെ വാക്കുകൾ അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും പ്രതിധ്വനിച്ചു. തൻ്റെ സത്യം തെളിയിക്കാൻ അവനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായിരുന്നു അവൾക്ക്. അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ എത്ര ബോൾഡായാലും ആരുടെയെങ്കിലും വാക്കുകൾ മതി അവളെ കരയിപ്പിക്കാൻ. അവളുടെ വീട്ടിൽ പോലും അവൾക്കൊരു സ്ഥാനവുമില്ല. എപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ സ്ട്രോങ് ആയി നിൽക്കാൻ നോക്കിയാലും അവൾ തോറ്റുപോവാനാണ് പതിവ്. അവൾക്കെപ്പോഴും വേദന മാത്രമാണ് എല്ലാവരിൽ നിന്നും കിട്ടാറുള്ളത്. കുറേ സമയം അവൾ പലതും ഓർത്ത് കരഞ്ഞിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞതും അവൾ കരച്ചിൽ നിർത്തി, ഒന്നും മിണ്ടാതിരുന്നു. അഗ്നിയുടെ മുന്നിൽ തൻ്റെ അഭിപ്രായം പറയാൻ എന്തു ചെയ്യണമെന്ന് ചിന്തിക്കുകയായിരുന്നു അവൾ. ഒരുപാട് നേരം ചിന്തിച്ചിട്ടും അവൾക്കൊന്നും മനസ്സിലേക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് ബാൽക്കണിയിൽ വന്നു നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് തൻ്റെ പുറകിൽ ആരുടെയോ ചലനമറിഞ്ഞത്. ആ നിമിഷം അവൾ തിരിഞ്ഞു നോക്കി. അഗ്നിയും വേറെ രണ്ടാളും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, അതുപോലെ കിച്ചുവും. അവരുടെ കൈകളിൽ ചില ഫയലുകളും ലാപ്ടോപ്പും ഉണ്ടായിരുന്നു. അഗ്നി അവരോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ അഗ്നിയെ കണ്ടപ്പോൾ ആരുവിന് ദേഷ്യമാണ് വന്നത്. പക്ഷേ അവരുടെ കയ്യിലെ ഫയൽ കണ്ടപ്പോൾ അവളുടെ മനസ്സിൽ മറ്റു പല ചിന്തകളും വരാൻ തുടങ്ങി. അഗ്നി ഇനി ഇവിടെ തന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് അവൾക്ക് ഒറ്റ നിമിഷം കൊണ്ട് മനസ്സിലായിരുന്നു. കാരണം അവൻ്റെ എല്ലാ സാധനങ്ങളും അവരുടെ കയ്യിലുണ്ടായിരുന്നു. ആരുവിനെ നോക്കിയ ശേഷം അഗ്നി കിച്ചുവിനോട് സംസാരിക്കാൻ തുടങ്ങി. അവൻ ചില ഫയലുകൾ കൊണ്ടുവന്നിരുന്നു. ആരു അവൻ എന്താ പറയുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ അഗ്നി തൻ്റെ സാധനങ്ങളെല്ലാം ആരുവിൻ്റെ മുറിയിൽ വെച്ചു. അതിനുശേഷം അവരോട് എന്തൊക്കെയോ പറഞ്ഞ് അവരോട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞവൻ റൂമിലേക്ക് കയറി. എല്ലാവരും പോയതും ആരു അഗ്നിയെ അവഗണിച്ച് അവിടെ നിന്ന് പോകാൻ തിരിഞ്ഞു. അത് കണ്ടതും അഗ്നി ചോദിച്ചു, നീ എങ്ങോട്ടാ പോകുന്നത്? അഗ്നിയുടെ ചോദ്യം കേട്ട് ആരു അവിടെ തന്നെ സ്തംഭിച്ചു നിന്നു. പക്ഷേ അവൾ മറുപടി പറഞ്ഞില്ല. അവൾ കുറച്ചു നേരം അവിടെ ഒന്നും മിണ്ടാതെ നിന്നു. പക്ഷെ അവൾക്കൊന്നും പറയാൻ തോന്നിയില്ല എന്നതാണ് സത്യം. എന്തോ അവനോട് മിണ്ടാൻ പോലും അവൾക്ക് തോന്നിയില്ല. അത്രയും അവനോട് ദേഷ്യമുണ്ടായിരുന്നു അവൾക്ക്. അതിനാൽ അവൾ ഒന്നും പറയാതെ അവിടെ നിന്ന് പോയി കളഞ്ഞു. അവളുടെ ആ പ്രവൃത്തി തനിക്കൊരു അപമാനമാണെന്ന് അഗ്നിക്ക് തോന്നി. അതിനാൽ അവൻ വേഗം അവളുടെ പുറകെ വാതിലിനടുത്തേക്ക് പാഞ്ഞു. അഗ്നി അവളുടെ കൈപിടിച്ച് അവളെ തന്നെ നേരെ തിരിച്ചു നിർത്തി. എന്നിട്ട് അവളോട് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാതെ പോകരുതെന്ന്
നിനക്കറിയില്ലേ അങ്ങനെ ഒരു തെറ്റ് ചെയ്യരുതെന്ന്? ഇനിയും ഇത് ആവർത്തിച്ച അത് നിനക്ക് നല്ലതായിരിക്കില്ല. അഗ്നിയുടെ വാക്കുകൾ കേട്ട് ആരു കണ്ണുകൾ താഴ്ത്തി ഒന്നും മിണ്ടാതെ നിന്നു. അത് കണ്ട് വീണ്ടും അവനിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി. വീണ്ടും അവൻ്റെ കൈ അവളിൽ അമർത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ സംസാരിക്കുമ്പോൾ നിന്റെ കണ്ണുകൾ എന്നിൽ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടടി പുല്ലേ. അത് നീ മറന്നോ? അതോ നിനക്കിനി അതിനുള്ള ശിക്ഷ വേണോ? അവളെ ദേഷ്യത്തിൽ ചൂഴ്ന്നു നോക്കിക്കൊണ്ടാണ് അവൻ പറയുന്നത്. ആ സമയം അത്രയും ആരുവിൻ്റെ മനസ്സ് മരവിച്ചിരിക്കുകയായിരുന്നു. അവൾക്ക് എന്തു മറുപടി പറയണമെന്ന് അറിഞ്ഞിരുന്നില്ല. അവളുടെ ജീവിതം എവിടേക്കാണ് പോകുന്നത് എന്നോർത്ത് അവൾക്ക് അവളോട് തന്നെ സഹതാപം തോന്നി. പണ്ടും ഇങ്ങനെ വേദനയായിരുന്നു, ഇപ്പോഴും തൻ്റെ ജീവിതം ഇങ്ങനെ വേദന മാത്രം. അഗ്നി ഉള്ളത് കൊണ്ട് തന്നെ അവൾക്ക് മുറിയിൽ നിന്ന് പുറത്തു പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ എങ്ങനെയെങ്കിലും അവനിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് അവൾ ആഗ്രഹിച്ചു. അവനുള്ള ഈ റൂമിൽ നിൽക്കുമ്പോൾ അവൾക്കെന്തോ ശ്വാസമുട്ടൽ പോലെ ഫീൽ ചെയ്തു. അതുകൊണ്ട് അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകണമെന്ന് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത്. അവൻ്റെ ദേഷ്യം അറിയാവുന്നത് കൊണ്ടാണ് അവൾ പിടിച്ചു നിൽക്കുന്നത്. എന്നാൽ അവനോടൊന്നും പറയാനും അവൾക്ക് തോന്നുന്നില്ല. അതിനനുസരിച്ച് അഗ്നിയുടെ കൈ അവളുടെ കയ്യിൽ അമർന്നു. അഗ്നി അവളെ ചുമരിലേക്ക് തള്ളിയിട്ട് അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ ഈ മുറിയിൽ തന്നെ തുടരും. നമ്മൾ രണ്ടുപേരും അടുത്തുണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ എന്തിനാണോ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്, ആ ജോലി വേഗത്തിൽ പൂർത്തിയാക്കപ്പെടണം. അതാണ് എൻ്റെ ആവശ്യം. എങ്കിൽ നിനക്ക് നിൻ്റെ വഴിക്ക് പോകാം, ഞാൻ എൻ്റെ വഴിക്ക് പോകും. അവൻ്റെ വാക്കുകൾ കേട്ട് ആരു അഗ്നിയിൽ കണ്ണുകൾ കേന്ദ്രീകരിച്ച് ശ്രദ്ധയോടെ കേൾക്കാൻ തുടങ്ങി. അഗ്നി വീണ്ടും തുടർന്നു പറഞ്ഞു, ഇനി നമ്മൾ കരാർ പ്രകാരം ജീവിച്ചു പോകും. ഇന്നു മുതൽ നമ്മൾ രണ്ടുപേരും ഒരേ മുറിയിൽ താമസിക്കും. നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ ആഗ്രഹം സഫലമാകും. നീ ഒരു ഗർഭിണിയായി എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കും. എന്നിട്ട് എന്നെ ഒഴിവാക്കും. നിനക്ക് ഒരു കുട്ടി ഉണ്ടായാലുടൻ ഞാൻ നിന്നെ വിവാഹമോചനം ചെയ്യും. കുറച്ചധിക പണവും തരും. ഞാൻ നിന്നെ സമ്പന്നയാക്കും. അതിനുശേഷം മാത്രമാണ് ഞാൻ നിന്നെ ഒഴിവാക്കുക. അതാണല്ലോ നമ്മുടെ കരാറ്. ആ കരാറ് പോലെ നമ്മൾ നമ്മുടെ ജീവിതം ജീവിച്ചു തുടങ്ങാൻ പോവുകയാണ്. ഇനി മുതൽ നീ അറിയും അഗ്നിദേവെന്ന് എന്നെ. ഇന്നു മുതൽ നീ അറിയും എന്നെ എല്ലാ അർത്ഥത്തിലും. അഗ്നി ആരുവിനെ ഒന്ന് ചൂഴ്ന്നു നോക്കിയാണത് സംസാരിച്ചത്. അവൻ്റെ ആ വാക്കുകൾ കേട്ട് അവളുടെ ശരീരം വിയർത്തു പോയിരുന്നു. അത്രത്തോളം ദൃഢമായിരുന്നു അവൻ്റെ സംസാരം. അവളുടെ ശരീരം ആലില പോലെ വിറക്കാൻ തുടങ്ങി. തൻ്റെ ജീവിതം ഇയാളുടെ കൈക്കുള്ളിൽ ഞെരിഞ്ഞമരുമെന്ന് അവൾ ഉറപ്പിച്ചു.